ഹായ് ഓൾ, എൻ്റെ പേര് സഞ്ജയ് ഗിരീശൻ. അപ്പോൾ നമ്മുടെ +1 റിസൾട്ട് വന്നു. ഇപ്പോൾ എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് എന്ന നിലയിൽ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുപോലെ തന്നെ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൃന്ദോ വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതാത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കെമിസ്ട്രിയാണ് ആദ്യം എടുത്തു തുടങ്ങുന്നത്. +1 കെമിസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. 14 ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. +1 കെമിസ്ട്രി നമുക്ക് 3 വിഭാഗിക്കാം. ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രി, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിൽ മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് വരും. അതുകൊണ്ടാണ് അതിന് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, റിഡോക്സ് റിയാക്ഷൻസ്, ഇക്വിലിബ്രിയം. ഈ ചാപ്റ്ററുകളൊക്കെ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന വിഭാഗത്തിൽ നിന്നും വരുന്നതാണ്. ഇനി ഓർഗാനിക് നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ 12th ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, പിന്നെ ഹൈഡ്രോ കാർബൺസ്. അത് കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് എന്ന് വെച്ചാൽ ഓർഗാനിക് അല്ലാത്തത്. അത് നമ്മുടെ പിന്നെ 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ, പിന്നെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയൊക്കെ ഇതിൽ വരുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ പറ്റി പറയുമ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ നമുക്ക് 3 വിഭാഗങ്ങളായിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോർഷൻ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. അതിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും വരാറില്ല. വളരെ അപൂർവമായിട്ടാണ് അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും കണ്ടിട്ടുള്ളത്. പിന്നത്തെ ദ ഗ്യാസ് ലോസ്. മിക്കവാറും വർഷങ്ങളിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. കൂടുതലും പ്രോബ്ലംസാണ് ആ സെക്ഷനിൽ നിന്ന് വരാറുള്ളത്. പിന്നെ ഗ്രാഫ് ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ ഗ്രാഫ് വരയ്ക്കാൻ. പിന്നെ ലാസ്റ്റ് പോർഷൻ ലിക്വിഡ് സ്റ്റേറ്റ്. അതിൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതായത് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും അതിൽ നിന്ന് വന്നിട്ടുള്ളത്, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ലോസ് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ വെച്ചുള്ള ഒരു പ്രോബ്ലം നോക്കാം. ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഈ പ്രോബ്ലം ചെയ്യേണ്ട ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ സാമ്പിൾ ഓഫ് ഗ്യാസ് ഒക്യുപ്പൈസ് 100 ലിറ്റർ അറ്റ് 1 bar പ്രഷർ അറ്റ് 0 degree Celsius. What additional pressure is required to reduce the gas volume to 5 liter at the same temperature? അപ്പോൾ 100 ലിറ്റർ വോളിയം ഉള്ള ഒരു ഗ്യാസ് സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറും തന്നിട്ടുണ്ട്. നമുക്ക് 100 ലിറ്ററിനെ 5 ലിറ്ററാക്കി കംപ്രസ് ചെയ്യണം. അപ്പം അതിന് എത്ര അഡീഷണൽ പ്രഷറാണ് ചോദിച്ചേക്കണേ? എത്ര? ഇപ്പോൾ ഓൾറെഡി 1 bar പ്രഷർ ഉണ്ട്. ഇനി എത്ര അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണം? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 മൈനസ് P1. അതിൽ നമുക്ക് P1 ഓൾറെഡി ഗിവൺ ആണ്, 1 ആണ്. P2 കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ P2 കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ വരിക. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ P1 V1 ബൈ V2. ഈ ക്വാണ്ടിറ്റീസൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം. V1 വരുന്നത് 100 ലിറ്ററും P1 വരുന്നത് 1 ബാറും, അത് കഴിഞ്ഞ് V2 വരുന്നത് 5 ലിറ്ററുമാണ്. നമുക്ക് ഈ വാല്യൂസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
P2 നമുക്ക് വരുന്നത് 20 ബാർ എന്നാണ് വരുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2 മൈനസ് P1 ആണ്. അപ്പോൾ ഡെൽറ്റ P is equal to P2 മൈനസ് P1, ദാറ്റ് ഈസ് 20 മൈനസ് 1 equal to 19 ബാർ അഡീഷണൽ പ്രഷറാണ് ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ചാൾസ് ലോ വെച്ചുള്ളൊരു പ്രോബ്ലം നോക്കാം. ചാൾസ് ലോൻ്റെ ഇക്വേഷൻ വരുന്നത് V1 by T1 is equal to V2 by T2 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 600 cm³ of a gas measured at 27 degrees Celsius is heated to 127 degrees Celsius, keeping the pressure constant. Calculate the increase in the volume of gas. അപ്പോൾ നമുക്ക് 600 cm³ വോളിയം ഉള്ളൊരു ഗ്യാസാണ് തന്നിക്കണേ. അപ്പം അതിനെ ഇപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 127 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഈ 127 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴുള്ള വോളിയം, ഇൻക്രീസ് ഇൻ ദ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഉള്ളത് 600 cm³ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നിന്ന് എത്ര കൂടി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ശരിക്കും ആക്ച്വലി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1. അപ്പം അതിൽ നമുക്ക് V2 തന്നിട്ടില്ല. അപ്പോൾ V2 കണ്ടുപിടിക്കേണ്ടത് ഈ റിലേഷൻ വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. V2 ഈസ് ഈക്വൽ ടു V1 T2 ബൈ T1 എന്നാക്കി നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതാം. V1 600 cm³, പിന്നെ T1 നമുക്ക് തന്നിട്ടുള്ളത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, T2 127 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളെപ്പോഴും ഗ്യാസ് ലോസിൻ്റെ കാൽക്കുലേഷനിൽ ടെമ്പറേച്ചർ എല്ലായ്പ്പോഴും കെൽവിൻ സ്കെയിലിൽ വേണം എടുക്കാൻ. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെയും കൂടെ ഒരു 273 ആഡ് ചെയ്യുക. അപ്പോൾ ഇത് 400 കെൽവിനെന്നും ഇത് 300 കെൽവിനെന്നും വരും. കൺജസ്റ്റഡായി പോയി, കുഴപ്പമില്ല. നമുക്കിനി ഫൈനൽ കാൽക്കുലേഷനിലേക്ക് വരാം. V2 is equal to V1 600 into 400 divided by 300. ഇത് ക്യാൻസൽ ചെയ്ത് 2 വരും. അതായത് 800 cm³ എന്ന് വരും. V2 നമുക്ക് കിട്ടും. ഇനി ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് വരുന്നത് 800 മൈനസ് 600 200 cm³ ആണ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് 4 moles ഓഫ് എ ഗ്യാസ് ഓക്യുപ്പൈങ് 5 liter അറ്റ് 3.32 ബാർ പ്രഷർ. നമുക്ക് ഒരുവിധം എല്ലാം കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചറാണ്. അപ്പോൾ T is equal to PV by nR. അതിൽ ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മളിവിടെ ആറിൻ്റെ വാല്യൂ എടുക്കേണ്ടത് എപ്പോഴും പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും യൂണിറ്റ് അനുസരിച്ചാണ്. അതനുസരിച്ച് ആറിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ബാറിലും ലിറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അതായത് SI യൂണിറ്റിലാണ്. അപ്പോൾ SI യൂണിറ്റിൽ ആറിൻ്റെ വാല്യൂ വരുന്നത് 0.083 ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് 4 എന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വോളിയം 5 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. പ്രഷർ 3.32 ബാർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.32 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.083. ഇനി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരിക
50 കെൽവിൻ എന്നാണ്. 50 കെൽവിൻ എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇത് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് വിൽ ബി ദ പ്രഷർ എക്സർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 8 gram of O2 and 4 gram of H2 enclosed in a vessel of 1 liter at 27 degrees Celsius. നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രഷർ നമുക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ 2 നോൺ റിയാക്ടിങ് ഗ്യാസസേ ഉള്ളൂ. അപ്പോൾ P1 + P2. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ Pക്ക് പകരം നമ്മുടെ PV = nRT എന്നുള്ളത് മാറ്റി എഴുതാം. പിന്നെ ഇവിടെ നിർത്തി വീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ N1RT/V + N2RT/V എന്ന് എഴുതാം. ഓക്കെ, വേറെ ചേഞ്ച് ചെയ്യുന്ന ആ കൂടെ നമ്പർ ഓഫ് മോൾസ് ഉള്ളൂ. നമുക്കപ്പോൾ വാല്യൂസ് എടുത്ത് നമുക്ക് ആദ്യം 6 എടുത്ത് എഴുതാം, തെറ്റിപ്പോണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ 27, അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 300 കെൽവിൻ എന്ന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളിയം 1 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ O2 നമുക്ക് കണ്ടുപിടിക്കാം. അതിങ്ങനെ ഗിവൺ മാസ് നമുക്ക് 8 ആണ് ബൈ മോളാർ മാസ് 32 മാറ്റി 0.25 മോൾ എന്ന് വരും. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 നോക്കുകയാണെങ്കിൽ ഗിവൺ 4 ആണ്. മറ്റേത് മോളാർ മാസ് 2 ആണ്. അപ്പോൾ 2 മോൾ എന്നും വരും. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഈ RT/V രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്താൽ N1 + N2 RT/V എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.25 + 2 ഇൻറ്റു 0.083 ഇൻറ്റു 300 ഓൾ ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരിക 56.025 ബാർ എന്നായിരിക്കും. ഓക്കെ, നമുക്കനി എക്സാമിന് വന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അറ്റ് 27 degrees Celsius, a gas was compressed to half of its volume. To what temperature it must be heated so that it would occupy double its volume? അപ്പോൾ നമുക്കിവിടെ ആകെ കൂടെ T1 ടെമ്പറേച്ചർ 27 degrees Celsius കൺവേർട്ട് ചെയ്യുമ്പോൾ 300 കെൽവിൻ മാത്രമേ തന്നിട്ടുള്ളൂ. വോളിയം ഇവിടെ അൺനോൺ ആണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കംപ്രസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം, ഇപ്പോൾ എത്രയുണ്ടോ അതിൻ്റെ ഹാഫിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വോളിയത്തിനെ V എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ലെറ്റ് ദ ഇനീഷ്യൽ വോളിയം ബി V എന്ന് എഴുതുക. അപ്പോൾ V1 എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം. അപ്പോൾ V/2 ആയി മാറി. വോളിയം V/2 ആയി മാറി. ദെൻ to what temperature it must be heated so that it would occupy double its volume? V2 നമുക്ക് 2V കിട്ടണം. ആ സമയത്ത് ഉണ്ടാവുന്ന T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ എടുക്കേണ്ട റിലേഷൻ ഫ്രം ചാൾസ് ലോ. V1/T1 is equal to V2/T2. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ T2 is equal to V2 T1/V1 എന്ന് വരും. V2 നമുക്കറിയാം 2V ആണ് ഇൻറ്റു 300/V all by 2. നമുക്ക് ഈ വിയും ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 2 മുകളിലോട്ട് വരും. അപ്പോൾ 4 ആവും. 300 × 4 1200 കെൽവിൻ എന്ന് ആൻസർ വരും.
ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഒക്യുപ്പൈസ് എ വോളിയം ഓഫ് 300 milliliter at 1.2 bar pressure and 5 degrees Celsius. Calculates its volume at 0.4 bar pressure and 70 degree Celsius. ഇവിടെ രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനാണ്. അതായത് P1V1/T1 is equal to P2V2/T2. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാൽക്കുലേറ്റർ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്നിങ്ങനെ എഴുതാം. V2 is equal to താഴത്തേക്ക് വരും, ഇത് മുകളിലേക്കും പോകും. അപ്പോൾ P1V1/T2/T1P2. അല്ല, നമുക്ക് അതിന് മുമ്പ് ഈ ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതാം. V1 300 ml, T1 1.2 bar, T1 5 ഡിഗ്രി ആണെന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ 278 കെൽവിൻ എന്ന് വരും. അതുപോലെ തന്നെ P2 വരുന്നത് 0.45 ബാർ ആണ്. അതുപോലെ തന്നെ T2 വരുന്നത് 343 കെൽവിൻ, 70 + 273. ഇനി നമുക്ക് വാല്യൂസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 is equal to P1 1.2 into V1 300 into T2 343/278 into 0.45. ഇനി ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ വോളിയം 920.8 ml എന്ന് വരും. ഇവിടെ ഞാൻ മില്ലി ലിറ്ററിൽ തന്നെ എടുത്ത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സെയിം ഇതിൽ തന്നെ ചെയ്തത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 500 ml of O2 at 27 degrees Celsius and 0.974 atm pressure. നമുക്കിവിടെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റേ ഡെൻസിറ്റി അതിന് മുമ്പുള്ള സ്റ്റെപ്പിലുള്ള ഇക്വേഷൻ എടുക്കണം. അതായത് PV is equal to W/m/RT. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് W ആണ്. അപ്പോൾ PV/m/RT വരും. നമുക്കതിൽ V തന്നിക്കണത് 500 ml എന്നാണ്. ദെൻ ടെമ്പറേച്ചർ 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ദെൻ പ്രഷർ നമുക്ക് 0.974 atm ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, ആറിൻ്റെ വാല്യൂ 0.0821 വേണം എടുക്കാൻ. ഇനി എം കണ്ടുപിടിക്കണം. എം എന്ന് വെച്ചാൽ മോളാർ മാസ്. മോളാർ മാസ് തന്നെ നമുക്കിവിടെ ഓക്സിജൻ്റെ തന്നിട്ടുണ്ട്, അതായത് 32 gram. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. W is equal to P. പ്രഷർ നമുക്ക് എത്ര നോക്കണേ, 0.974 into 500 into 32 divided by 0.0821 into temperature 300. ഇനി നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 0.632 gram എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് വാസ് ഫൗണ്ട് ടു ബി 5.5 gram per liter at a 2 bar pressure and at 25 degrees Celsius. Calculates its molar mass. ഇപ്പോൾ ഇവിടെ ഡെൻസിറ്റി നമുക്ക് എത്രയും തന്നിട്ടുണ്ട്, 5.5 gram per liter. ദെൻ P 2 bar ആണ് തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 298 കെൽവിൻ എന്ന് വരും. കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസാണ്. നമുക്ക് ആർ അറിയാം. ആറിൻ്റെ വാല്യൂ ഇവിടെ ബാറിലായ കാരണം കൊണ്ട് 0.083 തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം. P ഈസ് ഈക്വൽ ടു DRT/m. നമുക്ക് m ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ m ഈസ് ഈക്വൽ ടു DRT/P എന്ന് വരും. നമുക്ക് എഴുതാം. D എന്ന് പറയുന്നത് 5.5 ഇൻറ്റു 0.083 ഇൻറ്റു ടെമ്പറേച്ചർ 298 കെൽവിൻ ബൈ പ്രഷർ 2. ഫൈനൽ ആൻസർ വരിക 68.02 ഗ്രാം എന്നാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ.